ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്നൊക്കെ വിചാരിച്ചു. വേറെ എവിടെയല്ല, നമ്മുടെ കോഴിക്കോട് പ്ലാനറ്റോറിയത്തിൽ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. കിത്തുട്ടിന് അങ്ങനെ പുറത്തങ്ങനെ കൂടുതലായിട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഞങ്ങളൊന്ന് വെറുതെ ഒന്ന് അവനെ അവിടേക്ക് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വെറുതെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്ഥലം എന്നുള്ള രീതിയിലാട്ടോ അവിടെ പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അവിടെ. ഇതാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട് പ്ലാനറ്റോറിയം. അവിടെ ടിക്കറ്റ് ഒരാൾക്ക് 40 റുപ്പീസാണ്. പ്ലാനറ്റോറിയത്തിൻ്റെ ഉള്ളൊക്കെ കാണാം. നമ്മൾ 3D ഷോയ്ക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ചാർജ് കൊടുക്കണം. ഞങ്ങൾ 3D ഷോയ്ക്ക് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ 40 റുപ്പീസ് വെച്ചിട്ട് 2 പേർക്കാണ് എടുത്തത്. അങ്ങനെയല്ല, ഞങ്ങൾ ഉള്ളിൽ വെക്കട്ടോ. പാർക്കിങ്ങിന് എക്സ്ട്രാ ഫീ കൊടുക്കണം, 5 റുപ്പീസ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഞങ്ങളിതാ അങ്ങനെ ഉള്ളിലാട്ടോ പാർക്കിങ് വരുന്നത്. ഞാൻ പ്ലാനറ്റോറിയത്തിൽ ഒരു 3 പ്രാവശ്യം പോയിട്ടുണ്ടാവും കേട്ടോ. ഫസ്റ്റ് ആദ്യമായിട്ട് പോയത് ഞാൻ 9th പഠിക്കുമ്പോഴായിരുന്നു സ്കൂളിൽ നിന്ന്. പിന്നെ ഞാൻ +2 പഠിക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ കൂടി പോയി. പിന്നെ മാരേജിൻ്റെ കുറച്ച് മുമ്പ് പ്രശോഭേട്ടനായിട്ടാണ് പോയത്. അപ്പം അതിന് ശേഷം ഇതാ മോനുമായിട്ട് ഇതാ വരികയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്, അന്നത്തെ പോലെ തന്നെ ഉണ്ട്. കിത്തുട്ടൻ ഇതൊക്കെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആട്ടോ. അവൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നതും. അതിൻ്റെ ഒരു അന്താളിപ്പ് അവൻ്റെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. എല്ലാം ഓടി മാറി മാറി നോക്കുന്നതും കാണുന്നതും ചെയ്തൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അവന് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എല്ലാം മാറി മാറി നോക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുത്തേനെക്കാട്ടും കൂടുതൽ അവൻ നെക്സ്റ്റ് കയറി കണ്ണാടീൻ്റെ അവിടെ കയറിയതാണ് തോന്നുന്നു അവന് കൂടുതൽ ഇഷ്ടമായത്. അതൊക്കെ ഇത് കളേർഡ് ഷേഡോ ആണ് കേട്ടോ. നമ്മുടെ നിഴലിന് നിറം ഉണ്ടാവും, അതാണത്. പിന്നെ ഇതാണ് തോന്നി കിത്തുട്ടന് കൂടുതൽ ഇഷ്ടമായി. കുറേ പോയി ഇങ്ങനെ കറക്കുന്നത് കണ്ടായിരുന്നു. എന്നോടൊക്കെ അങ്ങനെ നമ്മൾ അടുത്ത റൂമിലേക്ക് കിടക്കാൻ കേട്ടോ. ഇതാണ് മിറർ മാജിക് എന്ന് പറയുന്നത്. ഇവിടെ മിററിനെ കൊണ്ട് വെറൈറ്റി ഐറ്റംസാണ്. മറ്റേ നമ്മുടെ കാരഡോസ്കോപ്പ് അങ്ങനെ ഓരോന്നൊക്കെ ഇല്ലേ അത്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായത് മറ്റേ മിറർ ഫോറസ്റ്റ് ആട്ടോ, കണ്ണാടി വനം. അത് നല്ല രസമുണ്ടായിരുന്നു.
ഇതാണ് കേട്ടോ കണ്ണാടി വനം. എവിടെ നോക്കിയാലും കണ്ണാടിയാണ്. നല്ല അടിപൊളി വൈബാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ പോയാൽ ഇതാണ്. അടിപൊളിയായിട്ടുണ്ട്. അടുത്ത നമ്മൾ ജ്യോതിശാസ്ത്ര ഗാലറിയിലേക്കാട്ടോ കയറാൻ പോകുന്നത്. ഇവിടെ കയറി കഴിഞ്ഞാൽ ഇതാക്കിച്ചിട്ട് പേടിച്ച് പോയിട്ട് അവിടെ ഓരോ ആൾക്കാരുടെ പ്രതിമ അതൊക്കെ കാണുമ്പോൾ അവൻ അതൊക്കെ പേടിയാണ്. ഓരോ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അവന് പേടിയാണ്. ഇവിടെ ഒന്ന് അവൻ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു പേടിയായി. അതൊക്കെ കണ്ടപ്പം പേടിയായിട്ടോ. അതാണ്. അടുത്തതായിട്ട് ഞങ്ങളിതാ കയറുന്നത് ഓഷ്യൻ്റെ റൂമാണ് കേട്ടോ. ഇവിടെ പണ്ട് സ്പോർട്സ് ആയിരുന്നു. സ്പോർട്സ് ഐറ്റംസ് നല്ല രസമായിരുന്നു കേട്ടോ. മുൻപൊക്കെ വരുമ്പോൾ ഞാൻ തോന്നുന്നു ഒരു 6 കൊല്ലം മുമ്പെയാണ് ഇവിടെ വന്നത്. അപ്പോഴൊക്കെ അവിടെ സ്പോർട്സ് ഐറ്റം ആയിരുന്നു. ഇപ്പോൾ ഇതാ ഓഷ്യനാക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. പക്ഷേ സ്പോർട്സിൻ്റെത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു കേട്ടോ. അപ്പോൾ അതിന് അവിടെ ഹോളൊന്നും കണ്ടില്ല. സ്പോർട്സ് ഐറ്റം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവുമായിരുന്നു. അവിടെ ഇപ്പോഴുള്ള ഹാളുകൾ ഇതൊക്കെയാണ്. അതൊക്കെ ഫുൾ കണ്ടിട്ടോ. പിന്നെ ചിലതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും ഓപ്പൺ അല്ല. പിന്നെ ഉള്ളത് പ്ലാനറ്റോറിയം ഷോ ആണ്. അത് എന്താ പറയുക 3 മണിക്ക് 4 മണിക്കായിട്ട് തോന്നുന്നു. അപ്പോൾ അത് കാണാൻ പറ്റിയില്ല. പിന്നെ 3D ഷോ 1 മണിക്കായിരുന്നു. അത് ഞങ്ങൾ കയറിയില്ല കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ നേരെ പുറത്തേക്കാണ് ഇറങ്ങിയത്. ഇനി ബാക്കി പാർക്കൊക്കെ നമ്മൾ മഴയും കാരണമൊക്കെ ഉണ്ട് ഒന്നിനും അങ്ങനെ കയറാൻ പറ്റില്ല. ഫുൾ വെള്ളമൊക്കെയാണ്. അപ്പം പാർക്കിൽ അങ്ങനെയൊന്നും കളിക്കാനുള്ളതൊന്നും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫുൾ വെള്ളം അതൊക്കെ ആയിട്ട്. പിന്നെ പാർക്കൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ടോ.
അവിടെ ഇതാ കണ്ടോ, ഈ പ്രതിമ കണ്ടോ. ഈ പ്രതിമ എന്താ വെച്ചാൽ ഇതിൻ്റെ വായിലൂടെ നമ്മൾ സംസാരിക്കണം. അപ്പോൾ അപ്പുറത്ത് ഇതേപോലത്തെ ഒരു പ്രതിമ ഉണ്ടായാലും ചെവിയിൽ ഒരാൾ പോയി നിന്നാൽ നമ്മൾ സംസാരിക്കുന്നത് അവിടെ കേൾക്കാമെന്നാണ് പറയട്ടോ. ഞങ്ങളതൊന്നും ചെയ്ത് നോക്കിയില്ല, അതങ്ങനെയാണ് പറയുക. പിന്നെ എല്ലാം വെള്ളമായതുകൊണ്ടൊന്നും കയറിയില്ല. പിന്നെ ഇവന് ഡിനോസറും ആനനെയും കാണണമെന്നൊക്കെ പറഞ്ഞിട്ടോ വന്ന് ഇവിടെ അതിൻ്റെ രണ്ടിൻ്റെയും പ്രതിമ ഉണ്ട്. പക്ഷെ അത് കണ്ടപ്പോൾ തന്നെ പേടിയാന്ന് പറഞ്ഞിട്ട് പിന്നെ നിലത്തിറങ്ങിയതും ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്ലാനറ്റോറിയത്തിൽ കാണുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ. ഇതാണ് ഇത് വെയിറ്റ് നോക്കുന്നത്, നമുക്ക് തന്നെ നമ്മുടെ വെയിറ്റ് പൊക്കാന്നുള്ളൊരു മെഷീനാണ്. ഇതാ ഷോട്ടിന് ഒന്നും കൂടി കയറിയിട്ട് ഇതാ പൊക്കി നോക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ ആന, ഡിനോസറിൻ്റെ ഒക്കെ പ്രതിമകളൊക്കെ ഇതാണ്. ഇതിന് സൗണ്ടൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ സൗണ്ട് ഇന്നലെ പോയപ്പോൾ സൗണ്ടൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ എന്താ, അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്ലാനറ്റോറിയത്തിൽ നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അതുവരെ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. എന്താ പറയുക, നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ഇതൊക്കെ. ഇതിൽ സ്പോർട്സും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊന്നുമില്ല, പക്ഷെ എന്നാലും ഇപ്പോൾ ഉള്ളത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും മക്കളെയൊക്കെ കൊണ്ടുപോയി കാണിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ എല്ലാവർക്കും ബൈ.